വിണ്ണോളം കാണാനും വിണ്ണോളം പോകാനും നിന്നോളം പക്ഷേ അവരുടെ കാർ കാണാൻ സാധിച്ചില്ല. അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ റോഡിലൂടെ മഴയെ വകവയ്ക്കാതെ ഒരു പെൺകുട്ടി നടന്നു നീങ്ങുന്നത്. അവൻ തൻ്റെ കാർ സൈഡിലേക്കായി ഒതുക്കി കാറിൽ നിന്നിറങ്ങി റോഡിലേക്ക് ഓടി. അവളെ വലിച്ച് നെഞ്ചോടടുക്കി പിടിച്ചു. പെട്ടെന്ന് അതുവഴി പോയ ഒരു കാർ ഡ്രൈവർ അവനെ നോക്കി ദേഷിച്ചെന്തെല്ലാമോ പറഞ്ഞു കടന്നുപോയി. ധ്രുവിന് അടക്കാൻ വയ്യാതെ ദേഷ്യം വന്നു. അവൻ എന്തൊക്കെയോ അവളെ വിളിച്ച് പറഞ്ഞു. അവൾ എന്തെന്നില്ലാത്ത ദേഷ്യവും സങ്കടവും വന്ന് അവനെ തള്ളി മാറ്റി. അവൾ മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് അവൻ അവളുടെ കൈത്തണ്ടിൽ പിടുത്തമിട്ടു. അവൻ്റെ ബ്ലേസർ അഴിച്ച് അവളുടെ തലയ്ക്ക് മുകളിലായി ഇട്ടു. അവളെ പൊതിഞ്ഞു പിടിച്ചു. പെട്ടെന്ന് അവൻ അവളോടായി ചോദിച്ചു, നിന്റെ കൂടെ വന്ന ആ മറ്റവൻ എവിടെ? അവൾക്ക് നന്നായി ദേഷ്യം വന്നു. അവൾ അവൻ്റെ മുഖത്തേക്കായി നോക്കി പറഞ്ഞു, അത് എൻ്റെ മുറിച്ചെറുക്കനാണ് വൈഭവനാഥ്. എനിക്ക് ലൈബ്രറിയിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ഇവിടെ ഇറക്കിയതാണ്. ഓ അപ്പോൾ അത് ശരി. എല്ലാവരും റോഡിന് നടുവിലൂടെയാണോ ലൈബ്രറിയിൽ പോകാറ്? ബാക്കിയുള്ള വന്നില്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്നും പറഞ്ഞ് അവൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. അവൾ അവൻ്റെ ബ്രേസർ ഊരി അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മുന്നോട്ടേക്കായി നടന്നു. വേഗത്തിൽ നടന്ന് ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കയറി. അവനും അവളും രണ്ടാളും നന്നായി നനഞ്ഞ് കുതിർന്നു. അവൾ അവനെ ഒന്ന് നോക്കിയതും അവൻ്റെ വൈറ്റ് ഷർട്ട് നനഞ്ഞ ദേഹത്തോട് ഒട്ടിക്കിടക്കുന്നു. അതിലൂടെ അവൻ്റെ സിക്സ് പാക്ക് ബോഡിയും മസിൽസും നന്നായി തന്നെ എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. അവളൊന്ന് ഉമിനീരിറക്കി അങ്ങനെ നിന്നുപോയി. അവൾക്ക് എന്തെല്ലാമോ വികാരങ്ങൾ തോന്നി തുടങ്ങി. അവളുടെ നോട്ടം കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി. പയ്യെ, വളരെ പയ്യെ അവളുടെ മുഖത്തേക്ക് ഒന്ന് ഊതി. അവൻ്റെ ചൂട് നിശ്വാസം മുഖത്ത് പതിച്ചതും അവളൊന്ന് വിറച്ച് പയ്യെ അവൾ പുറകിലേക്ക് നടന്നു. അവനും ഓരോ അടി വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. അവസാനം അവൾ ബുക്ക് സ്റ്റാൻഡിൽ ഇടിച്ചു നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവളുടെ നനഞ്ഞൊട്ടിയ ദേഹത്തേക്ക് അവനൊന്ന് നോക്കി. മുട്ടുവരെയുള്ള ഗൗൺ ദേഹത്തെ കൊട്ടിക്കിടക്കുന്നു. മുൻവശത്തെ ഗൗണിൻ്റെ കഴുത്ത് അവളുടെ മാറിൻ ചുഴിയിലേക്ക് ഇറങ്ങിക്കിടക്കുന്നു. അതിലൂടെ അവളുടെ മൃദുലത അല്പം പുറത്തേക്കായി വെളിവാകുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ അത് ഉടക്കിയത്. അവനൊരു നിമിഷം അങ്ങനെ തറഞ്ഞു നിന്നു. വളരെ നേർത്ത അവളുടെ കഴുത്തിൽ പറ്റിക്കിടക്കുന്ന ഗോൾഡ് ചെയിൻ, അറ്റത്ത് അവളുടെ മാറോട് ചേർന്ന് കിടക്കുന്ന തൻ്റെ പേരിലുള്ള തൻ്റെ ലോക്കറ്റും ഒരു റോസ് ഗോൾഡ് റിങ്ങും. അത് കണ്ടതും അവനെല്ലാം മറന്ന് അവളുടെ ഗൗണിൻ്റെ ഉള്ളിലേക്ക് കൈകൾ കടത്തി. ഒരു നിമിഷം അവൾ അങ്ങനെ തറഞ്ഞു നിന്നുപോയി. അവൾ അവനെ തള്ളി മാറ്റാനായി ഒരു ശ്രമം നടത്തി. പക്ഷേ ചെക്കൻ്റെ കരുത്തിന് മുന്നിൽ അവൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അവൻ ആ ചെയിൻ പുറത്തേക്കെടുത്തു. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ പറ, നിനക്കെന്നെ ഇഷ്ടമല്ല എന്ന്, നീ എന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി ഇപ്പോൾ നീ പറയണം. ഇനി നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനമില്ല വൈക. അതും പറഞ്ഞ് അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവളുടെ രണ്ട് കൈയും അവനെ ചേർത്തു. ഇവൾ സമ്മതിക്കില്ല. അതും പറഞ്ഞ് അവൻ അവളുടെ രണ്ട് കൈയും പുറകിലേക്കാക്കി ലോക്ക് ചെയ്തു. അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ അവനിലേക്ക് അടുപ്പിച്ചു. ആ നിമിഷം അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിലായി അമർന്നു. അവൾ പതിയെ കണ്ണുകളുയർത്തി അവനെ ഒന്ന് നോക്കി. അവൻ്റെ ആ നോട്ടം അവൾക്ക് ദേഹം തളരുന്ന പോലെ തോന്നി. അവളെ കൊല്ലുന്ന അവൻ്റെ ആ നോട്ടം അത് തന്നെ ചുണ്ടിലും മുഖത്തുമായി ഒഴുകി നടക്കുന്നത് അവൾ കണ്ടു. അവളൊന്ന് ഉമിനീരിറക്കി. അവൻ അവളുടെ കണ്ണിലേക്ക് ആഴ്ത്തിറങ്ങി. അവൻ കുനിഞ്ഞു വന്ന് അവളുടെ രണ്ട് ചുണ്ടുകളും വായ്ക്കുള്ളിലാക്കി പതിയെ നുണഞ്ഞു. അവളൊരു നിമിഷത്തേക്ക് നിശ്ചലയായി നിന്നുപോയി. പതിയെ തുടങ്ങിയ ചുംബനം വേഗത്തിലാകുന്നതും അവൾക്ക് അവളുടെ ശരീരം കുഴയുന്നത് പോലെ തോന്നി. ഊർന്ന് താഴേക്ക് പോകാൻ തുടങ്ങിയ അവളെ അവൻ അവൻ്റെ രണ്ട് കൈകളിലായി കോരിയെടുത്ത് കാറിൻ്റെ അടുത്തേക്കായി നടന്നു. അവൻ കാറിൻ്റെ ഡോർ ഒരു കൈ കൊണ്ട് തുറന്നു. പയ്യെ അവളെ അതിലേക്കായി ചാരിക്കിടത്തി. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. കാറിൻ്റെ സൈഡിൽ നിന്നും ഒരു വാട്ടർ ബോട്ടിൽ കയ്യിലെടുത്തു. അതിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തെളിച്ചു. അവൾ രണ്ട് കണ്ണുകളും ഒന്ന് ചിമ്മി. പയ്യെ അവളുടെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. അവൾ രണ്ട് കണ്ണുകളും ചിമ്മി തുറന്ന് അവനെ തലചിരിച്ചൊന്ന് നോക്കി. എന്താ വൈക, നിനക്കെന്താ പറ്റിയത്? ഹോസ്പിറ്റലിൽ പോകണോ? അവൾ പയ്യെ മുന്നിലേക്ക് നേരെയിരുന്നു. വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. അവൾ അവനെ തന്നെ തലചിരിച്ചൊന്ന് നോക്കി. അവൾ അവളുടെ മനസ്സിലായി പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒട്ടും മനസ്സിലാകുന്നില്ല. ചിലപ്പോഴൊക്കെ എന്നെ കൊല്ലാൻ വരുന്നത് പോലെ, മറ്റു ചിലപ്പോൾ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും പോലെ. ധ്രുവ് അവൻ്റെ കൈയെടുത്ത് അവളുടെ മുഖത്തേക്ക് നേരെ വീശി. എന്തേ, ഡ്രീമിങ്ങിലാണോ? അവൾ അവനിൽ നിന്ന് നോട്ടം വെട്ടിച്ചു മാറ്റി. അവൻ അവളോടായി പറഞ്ഞു, നീ നോക്കിക്കോളൂ,
ഒരു നാൾ എല്ലാ അർത്ഥത്തിലും നിൻ്റെയായിരുന്നവനാണ് ഞാൻ. അതും പറഞ്ഞ് അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ തറഞ്ഞു. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെയായി. പെട്ടെന്ന് അവൾ അവനോടായി ചോദിച്ചു, നമ്മൾ എവിടേക്കാണ് ഈ പോകുന്നത്? എൻ്റെ വീട്ടിൽ പോകുന്ന വഴി ഇതല്ലല്ലോ. അതും പറഞ്ഞ് അവൻ അവളെ നോക്കി. നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. അത് കേട്ടതും അവളൊന്ന് തറഞ്ഞിരുന്നു പോയി. ഇപ്പോൾ മറ്റൊരിടത്ത് വൈഭവ് ഒരു പെണ്ണ് സുഹൃത്തുമായി ബെഡിൽ കിടന്നു കുത്തിമറിയുന്നു. അവൻ വിയർത്ത് കുളിച്ച് അവളിൽ നിന്ന് എണീറ്റിരുന്നു. കിതപ്പൊന്നടങ്ങിയതും അവൻ വൈഗയെ കോൾ ചെയ്തു. പെട്ടെന്ന് വൈഗയുടെ ഗൗണിൻ്റെ പോക്കറ്റിൽ കിടന്ന് ഫോൺ ശബ്ദിച്ചു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ആ ചേട്ടാ, പറ. അത് കേട്ടതും ധ്രുവിൻ്റെ പുരികം വില്ല് പോലെ വളഞ്ഞു. അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. വൈഗ പറഞ്ഞു തുടങ്ങി, ഞാനിപ്പോൾ ലൈബ്രറിയുടെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതും പറഞ്ഞ് അവൾ അവനെ ഒന്ന് നോക്കി. അവൻ തീർത്തും സൈലൻ്റായിരുന്നു. അത് അവൾക്ക് പേടിയായി തുടങ്ങി. അവൾക്കറിയാം, ഒരു കൊടുങ്കാറ്റിന് മുന്നിലുള്ള ശാന്തതയാണ് അത് എന്ന്. പെട്ടെന്ന് ധ്രുവ് അവൻ്റെ കാർ ബസ് സ്റ്റോപ്പിന് മുന്നിലായി നിർത്തി. അവനൊന്നും തന്നെ മിണ്ടിയില്ല. അവൾ ഇറങ്ങിയതും അവൻ്റെ കാർ ശരവേഗത്തിൽ അവിടെ നിന്ന് പോയി. ധ്രുവ് ഫോൺ എടുത്ത് കോൾ ചെയ്തു. പീറ്റർ, എനിക്ക് തന്നെ ഒന്ന് കാണണം. താൻ വീട്ടിലേക്ക് വരണം, ഇപ്പോൾ തന്നെ. ഞാനൊരു ½ ആൻ അവറിനുള്ളിൽ വീട്ടിലുണ്ടാകും. അതും പറഞ്ഞ് അവൻ